മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ്റെ 7th പാർട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എൻ്റെ അകത്ത് പഠിക്കുന്നത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ജി, അല്ലെങ്കിൽ ജിക്ക് വേറൊരു പേരും പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. 3 ഇക്വേഷൻസ് ഓഫ് മോഷനാണുള്ളത്. ഏതൊക്കെയാണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു ut plus half at square and v square equal to u square plus 2as. ഇവിടെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആകുമ്പം ഈ ഇതിൽ നമുക്ക് ഓരോ ടേമും നമുക്കറിയാം. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, ടി എന്നത് ടൈം ടേക്കൺ ഫോർ ആക്സിലറേഷൻ, എ ഈസ് ആക്സിലറേഷൻ, എസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയാണ് ഓരോ ലെറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അല്ലെ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ അല്ലെ യൂണിഫോം ആക്സിലറേഷൻ ആകുന്ന സമയത്ത് ജിയുടെ വാല്യൂ ഒന്നെങ്കിൽ 9.8 ആയിരിക്കും. അങ്ങനെ പറയുമ്പം ജിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെ ജിയുടെ വാല്യൂ 9.8 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ഈ ജിയുടെ വാല്യൂ എപ്പോഴും 9.8 ആയിരിക്കും, അല്ലെങ്കിൽ അറൗണ്ട് 10 ആയിരിക്കും. അല്ലെ ചില പ്രോബ്ലം ചെയ്യാൻ നേരം നമ്മൾ 10 എന്നെടുക്കും, ചിലപ്പോൾ 9 എന്നെടുക്കും, മിക്കവാറും നമ്മൾ 10 എന്നെടുത്തങ്ങ് ചെയ്യും. യൂണിറ്റ് ആക്സിലറേഷനാണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് ജിയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ആയിരിക്കും. ഇനി ഈ ഇക്വേഷനെ ഇൻ ടേംസ് ഓഫ് ജി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 3 ഇക്വേഷനെ വി ഈക്വൽ ടു യു പ്ലസ് ജി ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആൻഡ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs. ഇത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണല്ലോ. ഈ ജി എന്ന് പറയുന്നതിനെയാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ജി. ജി ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ജി ഈസ് ഓൾവേസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. സപ്പോസ് ഒരു സ്റ്റോൺ എടുത്തിട്ട് ഒരു കല്ലെടുത്ത് ഞാൻ മുകളിലേക്ക് എറിയുകയാണ് ഇതേ ഡയറക്ഷനിൽ ഞാൻ എറിയുമ്പം ആ കല്ലിലുണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ ഒരു കല്ല് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നോ, അല്ലെങ്കിൽ എവിടെ നിന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നോ, ഒരു ടവറിൻ്റെ മുകളിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന്, എവിടെ നിന്നും ആയിക്കോട്ടെ, ഒരു കല്ലോ എന്തെങ്കിലും ഒരു സാധനം താഴേക്ക് വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഒരു സ്റ്റോൺ എടുത്ത് ഞാൻ മുകളിലേക്ക് എറിഞ്ഞാലും ഒരു സ്റ്റോൺ മുകളിൽ നിന്ന് താഴേക്ക് വീണാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഓൾവേസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇനി ഇതിൻ്റെ അകത്ത് സിമ്പിളാണ്. ഈ 3 ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് ജി ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യേണ്ടത്. പക്ഷേ ഉള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സൈൻ കൺവെൻഷൻ മനസ്സിലാക്കിയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല മോഷൻ അണ്ടർ ഗ്രാവിറ്റിക്കകത്ത്. അതിൽ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ജി, അല്ലെങ്കിൽ എന്നെ വേറൊരു പേര് എ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ജി ഓർ എ അല്ലെങ്കിൽ ഇത് ഓൾവേസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ്? ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ എപ്പോഴും ബൈഹാർട്ടായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ജിയും എയും എപ്പോഴും നമ്മൾ ജിയും എയും 2 സെയിം ആണ്. ജി അല്ലെങ്കിൽ എ എടുക്കേണ്ടത് എന്താണ്? നെഗറ്റീവായിട്ട് എടുക്കണം. എപ്പോഴും അത് താഴേക്കേ വരുള്ളൂ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈസ് ഓൾവേസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതുകൊണ്ട് എയുടെ വാല്യൂ അല്ലെ ജിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ഇനി സപ്പോസ് ദിസ് ഈസ് ദ ഗ്രൗണ്ട് ലെവൽ.
ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അവിടെ എസ് ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവായിരിക്കും, ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവായിരിക്കും. റൈറ്റ്, ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവായിരിക്കും. ദെൻ ഒരു വസ്തു മുകളിൽ നിന്ന് ഒരു ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്, ഇനിഷ്യൽ വെലോസിറ്റി ഈസ് പോസിറ്റീവ്. നേരെ മറിച്ച് താഴേക്ക് വരുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് ഓൾവേസ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഈ പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കണം. ജി അല്ലെങ്കിൽ എയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവായിരിക്കും. മുകളിലേക്ക് അപ്പർ ഡയറക്ഷനിൽ ഇനിഷ്യൽ അപ്പർ ഡയറക്ഷനിലേക്ക് എന്തുണ്ടെങ്കിലും വെലോസിറ്റി ആയിക്കോട്ടെ എന്താ ഡിസ്പ്ലേസ്മെൻ്റ് ആയിക്കോട്ടെ എന്താണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? അപ്വേർഡ്സ് ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവും ഡൗൺവേർഡ്സ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവും. ഇത്രയും അണ്ടർസ്റ്റുഡ് ആക്കിയാൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ജി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും നെഗറ്റീവാണ്, അത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അതേപോലെ ഒരു വസ്തു താഴെ നിന്ന് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും പോസിറ്റീവാണ്. ഡൗൺവേർഡ്സ് ഡയറക്ഷനിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും നെഗറ്റീവാണ്. നമുക്ക് കുറച്ച് സൈൻ കൺവെൻഷൻ നോക്കാം. സൈൻ കൺവെൻഷൻ. All the vectors ഏതൊക്കെയാണ്? വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, അതെല്ലാം. All the vectors directed upwards taken to be എന്തായിട്ട് എടുക്കണം? taken to be positive. മുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ വെക്ടേഴ്സിനെയും എന്തായിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എഴുതണം. ഡൗൺവേർഡ്സ് വെക്ടേഴ്സ് ആർ taken to be negative. ഡൗൺവേർഡ് വെക്ടേഴ്സ് എല്ലാം എങ്ങനെ എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഓൾ ദ വെക്ടേഴ്സ് ഡയറക്റ്റഡ് അപ്വേർഡ്സ് മുകളിലേക്ക് വരുന്നത് എല്ലാം എന്തായിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. ഡൗൺവേർഡ് വെക്ടേഴ്സ് എല്ലാം എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ, when a particle is projected up from ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് പൊക്കിയിടുകയാണ്. സപ്പോസ് ദിസ് ഈസ് ഗ്രൗണ്ട്. ഇവിടെ നിന്നും ഒരു പാർട്ടിക്കിൾ മുകളിലേക്ക് വീഴുകയാണ്. പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് ഫ്രം ഗ്രൗണ്ട്. ഇവിടെ ഉള്ളതാണ് ഇനിഷ്യൽ വെലോസിറ്റി. ആദ്യം ഈ ഒരു ഇപ്പോൾ സപ്പോസ് ഇതൊരു ബോളോ സ്റ്റോണോ എന്തോ ആയിക്കോട്ടെ, ഈ സ്റ്റോണിനെ മുകളിലേക്ക് എറിയുക. മുകളിലേക്ക് എറിയുമ്പോൾ ആദ്യം ഉള്ളതാണ് ഇനിഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് യു. ആ വെലോസിറ്റി മുകളിലേക്കായതുകൊണ്ട് ദാറ്റ് ഈസ് പോസിറ്റീവ്. ഇത് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അല്ലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി കാരണം അത് സ്വാഭാവികമായിട്ടും താഴേക്ക് വന്ന് പതിക്കും. അപ്പം ഇത് ഇങ്ങനെ ഒരു സ്റ്റോണ് ഇതിലെ മുകളിലേക്ക് പോയി ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പം അതെന്ത് ചെയ്യും? അത് നേരെ തിരിച്ച് താഴേക്ക് വരും. റൈറ്റ്. അപ്പം ഈ എത്തുന്ന ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? അറ്റ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വെലോസിറ്റി ഈസ് 0. ഈ വെലോസിറ്റി 0 ആയി കഴിയുമ്പോഴത്തേക്കും താഴേക്ക് പോരും ആണല്ലോ. ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഈസ് എച്ച്. റൈറ്റ്. എച്ചിൻ്റെ ഡയറക്ഷൻ എന്താ? എച്ച് അല്ലെങ്കിൽ എച്ച് അല്ലെങ്കിൽ എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് എന്താണ്? ഇതെന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. എന്താണ്? അപ്പ് ഡയറക്ഷനിലാണ്. റൈറ്റ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? യു പോസിറ്റീവായിരിക്കും. എച്ച് എന്തായിരിക്കും? എച്ച് പോസിറ്റീവായിരിക്കും.
പിന്നെ വി 0 ആയിരിക്കും. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ജി? ജി ഈസ് ഓൾവേസ് നെഗറ്റീവ്. ജി നെഗറ്റീവ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ് ആണല്ലോ. സാധാരണ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റോൺ എടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ ഉള്ള അവസ്ഥയാണിത്. ഒരു സ്റ്റോൺ എടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ ആദ്യം എറിയാൻ തുടങ്ങുമ്പോൾ ഉള്ള ആ വെലോസിറ്റിയാണ് ഇനിഷ്യൽ വെലോസിറ്റി. അത് പോസിറ്റീവായിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ മാക്സിമം പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കല്ല് നേരെ തിരിച്ച് താഴേക്ക് പോരും ആണല്ലോ. ഇവിടെ ഈ മാക്സിമം പോയിന്റിൽ മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ വെലോസിറ്റി എന്താകും? 0 ആകും. ഇതാണ് ഹൈറ്റ് എച്ച്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇതേ ഡയറക്ഷനിലാണ്. ദെയർഫോർ എച്ച് ഈസ് പോസിറ്റീവ്, അപ്വേർഡ് ഡയറക്ഷനിലാണ്. ദെയർഫോർ എച്ച് ഈസ് പോസിറ്റീവ് ആണല്ലോ. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു, ഈ സ്റ്റോണിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ്? താഴേക്കാണ്. അതുകൊണ്ട് ജി ഈസ് നെഗറ്റീവ്. റൈറ്റ്. ഇനി അടുത്തത്, when a particle is released from some height. ആദ്യം ഇത് ഞാൻ പറഞ്ഞത് ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഒരു കല്ലെറിയുന്ന കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തേത് when a particle is released from some height. സപ്പോസ് ഒരു 2nd ഫ്ലോറോ 3rd ഫ്ലോറോ എന്തു ആയിക്കോട്ടെ, ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കല്ല് താഴേക്കിട്ടാനുള്ള അവസ്ഥ. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ താഴേക്ക് പോന്നാൽ എന്താകും നോക്കുകയാണ്. ഒരു മുകളിൽ ഇവിടെ ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് തന്നെ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം സം ഹൈറ്റ്. അപ്പം ഈ സ്റ്റോണ് ഈ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് പോരും. അപ്പം ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് പോരുകയാണ് ആണല്ലോ. ദെയർഫോർ ഇവിടെ തുടങ്ങുമ്പം ഉള്ള വെലോസിറ്റി എന്താണ്? യു ഈസ് 0. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് പോരുക. ദെൻ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് പോരുന്ന സമയത്ത് എച്ചിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ? ഈ ഡയറക്ഷൻ. Then velocity direction, E direction. Then acceleration due to gravity, E direction. എല്ലാം എന്ത് downward directionലാണ്. Therefore ഇവിടെ U is equal to 0. Initial velocity 0 ആണ്. Then H is negative, V is negative and G is also negative. G is always negative since എന്താണ് കാരണം? G is always act in the downward direction. G എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? G ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. മുകളിലോട്ട് കല്ലെറിഞ്ഞാലും മുകളിൽ നിന്ന് താഴേക്ക് കല്ലെറിഞ്ഞാലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാലും എങ്ങനെയാണെങ്കിലും എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഇത്രയും അണ്ടർസ്റ്റുഡ് ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ്, പിന്നെ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം സം ഹൈറ്റ്. കുറച്ച് ഉയരത്തിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ, അവിടെ നിന്ന് വിടുവാണെങ്കിൽ, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ താഴേക്ക് വീഴുവാണെങ്കിൽ എന്ത് സംഭവിക്കും? താഴേക്ക് വിടുവാണെങ്കിൽ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? ബിൽഡിങ്ങിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 0. അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോരുന്ന സമയത്താണ് വെലോസിറ്റി. ദാറ്റ് ഈസ് ദാസ് വെലോസിറ്റി ഈസ് ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ്. ദെയർഫോർ വി ഈസ് നെഗറ്റീവ്, ജി ഈസ് ഓൾവേസ് നെഗറ്റീവ് ആൻഡ് എച്ച് ഈസ് ഓൾസോ നെഗറ്റീവ്. ഇനി നെക്സ്റ്റ് രണ്ട് കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാണ്. ഒന്ന്, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റോൺ എറിയുന്നത്. രണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് സ്റ്റോൺ സാധാരണയായിട്ട് താഴേക്ക് പോരുന്ന അവസ്ഥ. അടുത്തത്, when a particle is projected up from some height above the ground. എന്താണ്? when a particle is projected up from some height above the ground. ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ നിന്നിട്ട് പാർട്ടിക്കിളിനെ മുകളിലേക്ക് എറിയുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കാം. ഒരു എബോവ് ദ ഗ്രൗണ്ടാണ്. ഇതിവിടെയാണ് ഗ്രൗണ്ടിൽ നിന്ന് മുകളിൽ സം ഹൈറ്റ്. ഈ ഹൈറ്റാണ് എച്ച്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യണം?
when a particle is projected up ആണല്ലോ, projected up എറി അപ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ടും താഴേക്ക് പോരും. റൈറ്റ്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് എന്ന് പറഞ്ഞു. അപ്പം therefore ഇനിഷ്യൽ വെലോസിറ്റി ഈസ് u ഈസ് പോസിറ്റീവ് ആണല്ലോ. ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആണ്, അത് മുകളിലേക്ക് പോകും തോറും കൂടി വരും. അപ്പോൾ ഏതാണ് u ഈസ് പോസിറ്റീവ്. ദെൻ h ഈസ് നെഗറ്റീവ് ആണല്ലോ. ദെൻ what is acceleration due to gravity? G is negative. What is final velocity? Final velocity is what? Final velocity is always act in the downward direction. Therefore, V is also negative. അപ്പോൾ ഇവിടെ എന്തൊക്കെ എഴുതാം? U is positive. എങ്ങനെയാണ് U പോസിറ്റീവ് ആയത്? U 0യ്ക്ക് പകരം പോസിറ്റീവ് ആണ്. ഇതിന് മുമ്പത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? U 0 ആണെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് പോസിറ്റീവ് ആയത്? ഇവിടെ ആ സെക്കൻഡ് കേസിൽ നമ്മൾ പറഞ്ഞത് ഒരു സം ഹൈറ്റ്, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊരു പാർട്ടിക്കിൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ എന്ന് പറയുന്നതല്ല, ഒരു പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ്, ആദ്യം മുകളിലേക്ക് എറിയുകയാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊരു പാർട്ടിക്കിൾ മുകളിലേക്ക് എറിയുമ്പം കുറച്ച് ദൂരം മുകളിലേക്ക് പോയി എന്നിട്ട് അതേപടി താഴേക്ക് അങ്ങ് പോരും ആണല്ലോ. അപ്പം അവിടെ യു എന്ന് പറയുന്നത് എന്താണ്? മുകളിലേക്ക്. ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഓൾവേസ് ആക്ട് ഇൻ initial velocities act in upward direction. Therefore, U positive, G is always negative. Here V is negative and H is also negative. ഇനി ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് റിലേഷൻസ് കണ്ടെത്തണം. ഈ 3 കാര്യങ്ങൾ പഠിച്ചു, ഇതിൽ നിന്ന് കുറച്ച് റിലേഷൻസ് കണ്ടെത്തുകയാണ്. ആദ്യം കണ്ടെത്തുന്ന ഒരു റിലേഷനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ആ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടൈം ഓഫ് അസെൻറ്റ് പ്ലസ് ടൈം ഓഫ് ഡിസെൻറ്റ് ആണ്. ടൈം ഓഫ് അസെൻറ്റ് പ്ലസ് ടൈം ഓഫ് ഡിസെൻറ്റ്. സപ്പോസ് ഇതൊരു ഗ്രൗണ്ടാണ്. ഇവിടെ നിന്നും ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിയാണ്. ഇവിടെ ഒരു ചെന്ന് കഴിയുമ്പോഴത്തേക്കും മാക്സിമം വെലോസിറ്റി റീച്ച് ചെയ്യും. എന്നിട്ട് ഇത് സ്വാഭാവികമായിട്ടും താഴേക്ക് പോരും. ദിസ് പൊസിഷൻ ഈസ് എ. വന്ന് പതിച്ച ആ പൊസിഷൻ ഈസ് ബി. ഇവിടെ വെലോസിറ്റി എന്താണ്? ഇവിടെ വെലോസിറ്റി ഈസ് 0. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി u ഈസ് പോസിറ്റീവ്. ആക്സിലറേഷൻ ഈസ് ഹിയർ, g ഈസ് നെഗറ്റീവ് ആൻഡ് h ഈസ് നെഗറ്റീവ്. സോറി, h ഈസ് പോസിറ്റീവ്. ദെൻ ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് അസെൻറ്റ് പ്ലസ് ടൈം ഓഫ് ഡിസെൻറ്റ്. ആദ്യം നമ്മൾ ടൈം ഓഫ് അസെൻറ്റ് എന്താണെന്ന് പഠിക്കുകയാണ്. ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പൊസിഷൻ കണ്ടല്ലോ, എ എന്ന് പറയുന്ന പൊസിഷൻ മുതൽ മാക്സിമം ഹൈറ്റ് വരെ എത്തിച്ചേരാൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ടൈം ടു റീച്ച് മാക്സിമം time to reach topmost point. ഈ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ വരെ v = 0 ആകുന്ന ആ പോയിന്റ് വരെ ഈ ഒരു സ്റ്റോൺ എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പറയുന്നത് ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത്. ടൈം ഓഫ് അസെൻറ്റ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുക്കാം. v = u + at ആണല്ലോ. ഇവിടെ v = എന്താണ്? 0 ആണ്. u ഈസ് പോസിറ്റീവ് u പ്ലസ് a എന്താണ്? -g, ദാറ്റ് ഈസ് -g ഇൻറ്റു t. ദെർഫോർ t എന്ന് പറയുന്നത് ടൈം ഓഫ് അസെൻറ്റ് TA ആണല്ലോ. ഈ എ എന്ന് പറയുന്ന ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് വരെ എത്താനെടുക്കുന്ന സമയമാണ് ടൈം ഓഫ് അസെൻറ്റ്, ദാറ്റ് ഈസ് TA. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് എന്താണ് എനിക്ക് കണ്ടെത്തേണ്ടത്? TA ആണ് കണ്ടെത്തുന്നത്. ദെർഫോർ plus TA equal to u, TA equal to u by g. This is the time of ascent. മനസ്സിലായല്ലോ? Time of ascent is TA equal to u by g.
ഈ ടൈം ഓഫ് അസെൻറ്റ് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് വി 0 ആകുന്ന പൊസിഷൻ മുതൽ താഴേക്ക് വി എന്ന് പറയുന്ന പോയിന്റിൽ എത്താൻ വേണ്ട സമയവും ഇതേ സെയിം സമയം തന്നെയായിരിക്കും. അതിനെയാണ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് ഗ്രൗണ്ട് ലെവൽ വരെ എത്താനുള്ള ആ സമയത്തിന് പറയുന്ന പേരാണ് ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടൈം ഓഫ് ഡിസെൻറ്റും ഏതായിരിക്കും? സെയിം വാല്യൂ തന്നെയായിരിക്കും. ഏതാണ്? u/g. അപ്പം ടി എ എന്ന് പറയുന്നതും ടി ഡി എന്ന് പറയുന്നതും നമുക്കറിയാം. ടി എ ഈക്വൽ ടു u/g, ടി ഡി ഈസ് ഓൾസോ u/g. ഇനി നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എഴുതാമല്ലോ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് അസെൻറ്റ്, ദാറ്റ് ഈസ് u/g പ്ലസ് u/g. ടൈം ഓഫ് അസെൻറ്റ് പ്ലസ് ടൈം ഓഫ് ഡിസെൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2u/g. ദിസ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് t ഈക്വൽ ടു 2u/g. ടോട്ടൽ ടൈം ഈസ് t ഈക്വൽ ടു 2u/g. ദിസ് ഈസ് ദ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ടൈം ഓഫ് ഹോൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പൊസിഷനാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങി ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെത്തി അത് താഴെ വരെ വന്ന് പതിക്കുന്ന ആ സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതെന്ന് പറയുന്നതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ആദ്യം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ വരെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വരെ എത്താനുള്ള സമയമാണ് ടൈം ഓഫ് അസെൻറ്റ്. അത് കഴിഞ്ഞ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് താഴേക്ക് തിരിച്ചു വരാനുള്ള സമയമാണ് ടൈം ഓഫ് ഡിസെൻറ്റ്. രണ്ടും സെയിം വാല്യൂ ആണ്. ടി എ ഈക്വൽ ടു u/g ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2u/g. ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞ് വെൻ എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് ഫ്രം ദി ഗ്രൗണ്ട് എന്ന് പറയുന്ന കേസിലെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിയുമ്പം ഇവിടെ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എയർ റെസിസ്റ്റൻസ്. ഈ എയർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ 0 ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എല്ലാം എടുക്കുന്നത്. എയർ റെസിസ്റ്റൻസ് 0 അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസിനെ നെഗ്ലിജിബിൾ ആയിട്ട് എടുത്തിട്ടാണ്. ഈ എയർ റെസിസ്റ്റൻസിന് കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എയർ എന്ന് പറയുന്നത്. ഇവിടെ എയർ ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്തിയത്. ഇനി ഈ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും റിട്ടാർഡേഷനാണ്. എന്താണ്? ആക്സിലറേഷനിൽ ഡിഗ്രീസ് വരുത്തും. ഈ എയർ റെസിസ്റ്റൻസ് എപ്പോഴും നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ ആ ചെറിയ വേരിയേഷനെ നമ്മൾ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എടുക്കുന്നതേ ഇല്ല. ഇനി അടുത്തത് ഇപ്പം ആദ്യം നമ്മൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u/g ആൻഡ് ടി എ ടൈം ഓഫ് അസെൻറ്റ് ഈക്വൽ ടു u/g ആൻഡ് ടൈം ഓഫ് ഡിസെൻറ്റ് ഈക്വൽ ടു u/g. ഇങ്ങനെ 3 ഫോർമുലാസ് പഠിച്ചു. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു എയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞെടുത്താണ് നമ്മൾ ചെയ്തത്. ഇനി എൻട്രൻസിന് നീറ്റിനോ ജെയ്ക്കോ എപ്പോഴെങ്കിലും നമുക്ക് എയർ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രോബ്ലത്തിൽ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ടിയുടെ വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ ടൈം ഓഫ് അസെൻറ്റ് എന്താണ്, ടൈം ഓഫ് ഡിസെൻറ്റ് എന്താണ്, ടൈം ഓഫ് അസെൻറ്റ് ആണോ കൂടുതൽ, ടൈം ഓഫ് ഡിസെൻറ്റ് ആണോ കൂടുതൽ, ഇങ്ങനെ ചോദിച്ചാൽ അതിനുള്ള ആൻസറിന് വേണ്ടി നമുക്ക് ചെറിയൊരു പോയിന്റും കൂടെ പഠിച്ചിരിക്കാം. എഫക്റ്റ് ഓഫ് എയർ റെസിസ്റ്റൻസ്. എഫക്റ്റ് ഓഫ് എയർ റെസിസ്റ്റൻസ്. എഫക്റ്റ് ഓഫ് എയർ റെസിസ്റ്റൻസ്. സപ്പോസ് ഇത് ഗ്രൗണ്ട് ലെവൽ. ഇവിടെ നിന്ന് ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞു. ഇവിടെ എയർ പാർട്ടിക്കിൾസ് ഉണ്ട്. എയർ പാർട്ടിക്കിൾസ് ഇത് ഇവിടെ വന്ന് മാക്സിമം പോയിന്റിലെത്തി എന്നിട്ട് താഴേക്ക് തിരിച്ചു വരുന്നു. റൈറ്റ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൾവേസ് ഇൻ ദിസ് ഡയറക്ഷൻ. ദെൻ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? മുകളിലേക്കാണ് ആണല്ലോ. നമുക്കറിയാം ടൈം ഓഫ് അസെൻറ്റ്. ഇപ്പം ഈ എയർ പാർട്ടിക്കിൾസ് കാരണം, എയറിലുള്ള പാർട്ടിക്കിൾസ് കാരണം ഈ സ്റ്റോണിന് മുമ്പോട്ട് പോകാൻ തടസ്സം നേരിടും.
അതിനെയാണ് എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ തടസ്സം കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഈ സ്റ്റോണ് ഞാൻ താഴെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് എറിയുമ്പം ഇതേ ഡയറക്ഷനിൽ മുകളിലേക്ക് പോകും. പക്ഷേ ഈ എയർ പാർട്ടിക്കിൾസ്, എയറിലുള്ള ഈ എയർ പാർട്ടിക്കിൾസ് എപ്പോഴും ആക്ട് ചെയ്യുന്ന, എപ്പോഴും അല്ല, ഈ മുകളിലേക്ക് എറിയുമ്പം എയർ പാർട്ടിക്കിൾസ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും? ഇതേ ഡയറക്ഷനിലേക്ക്, അപ്വേർഡ് ഡയറക്ഷനിലായിട്ട്. ദാറ്റ് ഈസ് എ. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് അസെൻറ്റിനെ നമുക്ക് എന്തെഴുതാം? ടൈം ഓഫ് അസെൻ്റ് ആണല്ലോ, താഴെ നിന്നും മോസ്റ്റ് പൊസിഷൻ വരെ എത്താനുള്ള സമയമാണ് ടൈം ഓഫ് അസെൻറ്റ്. ആ ടൈം ഓഫ് അസെൻറ്റ് ഈക്വൽ ടു എന്ത് വരും? യു ഡിവൈഡഡ് ബൈ ജിയുടെ കൂടെ ഒരു ടൈമും കൂടെ വരും പ്ലസ് എ. അതായത് ജിയും എയും ഒരേ ഡയറക്ഷനിലാണ്. ഇനി അടുത്തത്, ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ഇവിടെ നിന്ന് ഉള്ള ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള പാർട്ടിക്കിൾ മുകളിൽ എത്തിച്ചേർന്ന് അത് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഈ സ്റ്റോൺ സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇത് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിയിലും മുകളിൽ പോയി തിരിച്ചു വരുന്ന വഴിയിലും എയർ പാർട്ടിക്കിൾസ് കാണും, ആണല്ലോ, എയർ റെസിസ്റ്റൻസ് കാണും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ്. ഇപ്പം ഇത് താഴേക്ക്, ഈ സ്റ്റോൺ താഴേക്ക് വരുന്ന സമയത്ത് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി അതിനൊരു തടസ്സം നിൽക്കുന്നതാണ് എയർ റെസിസ്റ്റൻസ്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പം ഈ എയർ റെസിസ്റ്റൻസ്, എയർ കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനായിരിക്കും? അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും, തിരിച്ചു വരുന്ന വഴിയിൽ, ആണല്ലോ. അപ്പം ദാറ്റ് ഈസ് എയുടെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും. ദെയർഫോർ ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഈക്വൽ ടു dsc ഇൻറ്റ് ഡിസെൻറ്റ് ഈസ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ ജി മൈനസ് എ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതിൽ ടൈം, ഇങ്ങനെ എയർ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന അവസ്ഥയിൽ ടൈം ഓഫ് അസെൻ്റ് ആണോ ടൈം ഓഫ് ഡിസെൻ്റ് ആണോ കൂടുതൽ? ടൈം ഓഫ് ഡിസെൻ്റ് ആയിരിക്കും കൂടുതൽ. എന്തുകൊണ്ടാണ്? ഈ വാല്യൂസ്, ജി എന്ന് പറയുന്ന വാല്യൂ ജി മൈനസ് എ ആകും. ഇവിടെയോ ജി എന്ന് പറയുന്ന വാല്യൂ ജി പ്ലസ് എ ആകും. ഈ വാല്യൂ കൂടിക്കഴിയുമ്പം ടൈം ഓഫ് അസെൻറ്റിൻ്റെ വാല്യൂ കുറയും. ഈ വാല്യൂ കുറഞ്ഞു കഴിയുമ്പം ടൈം ഓഫ് ഡിസെൻറ്റിൻ്റെ വാല്യൂ കൂടും. ദെയർഫോർ ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. ഇത് ഓർത്തിരിക്കുക. എയർ റെസിസ്റ്റൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാലുള്ള ആൻസറാണ്. ഇനി അടുത്ത പോയിന്റ്, അടുത്തത് മാക്സിമം ഹൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചു. ഇനി മാക്സിമം ഹൈറ്റ് reached by the particle. Maximum height reached by the particle. Maximum height reached by the particle. Maximum height reached by the particle. This is the ground. ഇവിടെ സ്റ്റോൺ. ദിസ് ഈസ് ഇനിഷ്യൽ പൊസിഷൻ. ഇവങ്ങായിട്ട് നമ്മൾ സ്റ്റോൺ എറിയാണ്. ഇവിടെ വെലോസിറ്റി 0, അത് അവിടെ നിന്നിട്ട് തിരിച്ച് താഴേക്ക് വരുന്നു. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി യു, അത് പോസിറ്റീവാണ്. ജി താഴേക്കാണ്. എച്ച് എന്ന് പറയുന്നത് മുകളിലേക്കാണ്. റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ. ഇതെന്ന് പറയുന്നതാണ് ഇനിഷ്യൽ പൊസിഷൻ, ആണല്ലോ. ഇത് ഇനിഷ്യൽ പൊസിഷൻ. മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഫൈനൽ പൊസിഷൻ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഹൈറ്റ്. ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ടൈം ഇല്ലാത്ത റിലേഷൻ ഏതൊക്കെയാണ്? v² ഈക്വൽ ടു ഒന്നേ ഉള്ളൂ. v² ഈക്വൽ ടു u² പ്ലസ് 2as ആണല്ലോ. ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ഹൈറ്റ് കണ്ടെത്തണം. വിയുടെ വാല്യൂ 0, യു ഈസ് യു ആണല്ലോ. യു ഈസ് പോസിറ്റീവാണ്, മുകളിലേക്കാണ്. യു ഈസ് പോസിറ്റീവ് പ്ലസ് 2 ഇൻറ്റു എ ഈസ് minus g. S is upward direction. Therefore, S is h plus h. Therefore, u is equal to 2gh. 2gh. Therefore, u square ആണ്. u square. Therefore, h is equal to u square divided by
2g. This is the maximum height reached by the particle. The h is equal to u square by 2g. ഇനി ഒരു പ്രോബ്ലം ഇത്രയും പഠിച്ച പോയിന്റിൽ നിന്ന് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം കുറേം കൂടെ തറവാകും. A particle is projected vertically. A particle is projected vertically upwards at 10 meter per second, taking g is equal to 10 meter per second square. Find first one is the time. First the time particle takes to reach maximum height. Second question, maximum height. Find maximum height. Third question, time when it returns back to ground. Simple ആണ്. എന്താണ്? Particle is projected vertically upward. Particle is projected vertically upwards at 10 meter per second. That is u equal to 10 meter per second. In u ഏതാണ്? Positive. That is u is plus 10 meter per second. G is minus 10 meter per second square. G is always acting downward direction. Find the time particle take to reach maximum height. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ്. എന്താണ്? പാർട്ടിക്കിൾ ടേക്ക് ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരേണ്ട ടൈം. ദാറ്റ് ഈസ് എന്താണ്? ടൈം ഓഫ് അസെൻറ്റ്. ദാറ്റ് ഈസ് ടി എ ഈക്വൽ ടു u by g. That is equal to u by g is 10 by minus 10. That is equal to minus 1 second. Minus 1 second ഇല്ല, ഒരിക്കലും ഇല്ല. That is 1 second. Answer is 1 second. Minus 1 second എന്ന് വരാറില്ല. Then maximum height. Maximum height എന്താണ്? Maximum height ഇപ്പം അതിന് തൊട്ട് മുമ്പ് കണ്ടുവച്ചതേ ഉള്ളൂ. h is equal to u square by 2g. u is 10. That is 10 square divided by 2 into minus 10. That is equal to 100 divided by 2 into minus 20. That is equal to ഇതും കൂടെ പോകും. That is ഇത് 5. That is equal to sorry ഇത് 10 ആണ്. That is equal to 5 meter. That is equal to 5 meter. Maximum height is 5 meter. Then next is time when it returns back to ground. Returns back to ground. താഴെ തിരിച്ചെത്താൻ എത്തുന്ന സമയം എത്രയാണ്? അതാണ് ടോട്ടൽ ടൈം. That is equal to 2u by g. That is equal to 2 into 10 by minus 10. That is equal to minus 2. Here t is equal to 2 sec. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next is object was object was dropped from top of a
ടവർ. ഒരു ഒബ്ജക്റ്റ് ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൻ ടു റീച്ച് ഗ്രൗണ്ട്. ടൈം ടേക്കൻ ടു reach ground. Object was dropped from top of a tower. Time taken to reach ground. എങ്ങനെ ചെയ്യാം? ഒരു ടവർ, ഇതൊരു ടവറാണെന്ന് വിചാരിക്കും. ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് ഡ്രോപ്പ്ഡ് ഫ്രം ടോപ്പ് ഓഫ് എ ടവർ, അവിടെ നിന്നും താഴേക്ക് വരികയാണ്. റൈറ്റ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈം ടേക്കൻ ടു റീച്ച് ഗ്രൗണ്ട്. അപ്പം ഈ ഡിസ്റ്റൻസാണ് എച്ച്. ഇപ്പം ഈ മുകളിൽ നിന്ന് താഴേക്കാണ് എന്താ വരുന്നത്? ഒബ്ജക്റ്റ് വാസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ടോപ്പ് ഓഫ് എ ടവർ. അപ്പോൾ എച്ചിൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലാണ്. ദെർഫോർ എച്ച് ഈസ് നെഗറ്റീവ്. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? യു ഈസ് ഈക്വൽ ടു 0 ആണ്. മുകളിലേക്ക് ഇവിടെ ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് ഇടുന്നില്ല. പ്രൊജക്റ്റഡ് അപ്പ് എന്ന് പറയുന്ന സംഭവമില്ല. അവിടെ നിന്ന് താഴേക്ക് ഇടുകയാണ്. അപ്പം യു ഈസ് ഈക്വൽ ടു 0. ഇവിടെ ടൈം ടേക്കൻ ടു റീച്ച് ഗ്രൗണ്ട്. ജി എന്ന് പറയുന്നത് താഴേക്കാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാകുമ്പം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. എസ് മൈനസ് എച്ച് യു 0 ടി 0 പ്ലസ് ഹാഫ് മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. റൈറ്റ്. ദെർഫോർ എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. Here t square is equal to 2h by g. Therefore, t equal to root of 2h by g. This is the time taken to reach ground. ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്താൽ എടുക്കുന്ന സമയം t equal to root of 2h by g. അടുത്തത് ഇതുപോലെ ഈ ടവറിൻ്റെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യം കൂടി ഇത് ഫസ്റ്റ് കേസ്. രണ്ടാമതൊരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. സ്പീഡും കൂടെ ചോദിക്കും. സ്പീഡ് വിത്ത് വിച്ച് ഒബ്ജക്റ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. ഈ താഴെ ഗ്രൗണ്ടിൽ ഈ ഒബ്ജക്റ്റ് തൊടുന്ന സമയത്തെ വെലോസിറ്റി എത്രയാണ്? അതായത് താഴേക്ക് നല്ല ഇവിടുന്ന് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. താഴേക്ക് വരുമ്പോൾ നല്ല സ്പീഡ് കാണും. ആ താഴെ ആ ഗ്രൗണ്ടിൻ്റെ മുട്ടുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? അങ്ങനെ ചോദിക്കാറുണ്ട്. പല ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. വി സ്ക്വയർ, വിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. ദെർഫോർ വി ഈസ് നെഗറ്റീവ്. ദെർഫോർ മൈനസ് വി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു യു ഈസ് 0 പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു മൈനസ് എച്ച്. ദെർഫോർ വി സ്ക്വയർ ഈക്വൽ ടു 2gh. Therefore velocity equal to 2gh. This is the velocity. This is the velocity with which object hits the ground. Understood ആണല്ലോ? ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഒബ്ജക്റ്റ് താഴേക്ക് പതിച്ചാൽ ഉള്ള ടൈമും സ്പീഡും. ടൈം ഈസ് t equal to root of 2h by g. Velocity is equal to root of 2gh. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. During free fall, distance measured by equal amounts, that is എന്ന് പറഞ്ഞതിന് അർത്ഥം that is during first, second, third seconds of fall, 4.9 meter, 14.7 meter, 24.5 meter are the distances respectively.
റെസ്പെക്റ്റീവ്ലി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്യൂറിങ് ഫ്രീ ഫോൾ, മുകളിൽ നിന്ന് താഴേക്ക് ഫ്രീ ഫോളിലാണ്. ഫ്രീ ഫോൾ ഡിസ്റ്റൻസ് മെഷേർഡ് ബൈ ഈക്വൽ എമൗണ്ട്സ്. ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ്, തേർഡ് സെക്കൻഡ്സിൽ ഫോളിൽ എത്രമാത്രം ഓരോ സെക്കൻഡിലും ഫ്രീ ഫോളിൻ്റെ സമയത്ത് എത്ര ഡിസ്റ്റൻസ് താഴേക്ക് വരും? 4.9, 14.7, 24.5 are the distances respectively. Distances traveled respectively. ആ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന ദൂരങ്ങളാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് t ഈക്വൽ ടു ഫസ്റ്റ് t ഈക്വൽ ടു 1 സെക്കൻഡിൽ എച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എച്ച് ഇസ് ഈക്വൽ ടു ഏതാണ്? ഹാഫ് GT² ആണല്ലോ. എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് GT². റൈറ്റ്. എച്ച് ഈക്വൽ ടു ഹാഫ് GT² എങ്ങനെ കിട്ടി? എസ് ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² എന്നുള്ള റിലേഷൻ എന്നാണ്. എച്ച് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². ഇവിടെ U 0 ആണ്. therefore H is equal to half GT². ഡ്യൂറിങ് ഫസ്റ്റ് സെക്കൻഡിൽ H is equal to എന്താണ്? ഹാഫ് ഇൻറ്റു 9.8 into 1 that is equal to 4.1 that is H1. T equal to 2 secondil H2 equal to half into 9.8 into 4 that is that is equal to 19.6. Then T equal to 3 secondil H3 equal to half into 9.8 into 9 ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടുന്നത് എത്ര വരും? 44.1 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് സെക്കൻഡ്, തേർഡ് സെക്കൻഡിൽ ഫ്രീ ഫോളിൽ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 4. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് T ഈക്വൽ ടു 1. ഫസ്റ്റ് ഈസ് 4.9 മീറ്റർ. റൈറ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എന്ത് സെക്കൻഡ് എന്ന് പറഞ്ഞതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആക്സിലറേഷനും കൂടെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എന്ത് സെക്കൻഡ്. അങ്ങനെയാകുമ്പം സെക്കൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ്? എസ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? S2 മൈനസ് S1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു S2 എത്രയാണ്? S2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പം ഇവിടെ H സെക്കൻഡ് എന്ന് തന്നെ എഴുതിയേക്കാം. H സെക്കൻഡ് ഈക്വൽ ടു H2 മൈനസ് H1 ദാറ്റ് ഈസ് ഈക്വൽ ടു 19.6 മൈനസ് 4.9 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 14.7. ദാറ്റ് ഈസ് ദിസ് ആൻസർ. ദെൻ H3 എന്ന് പറയുന്നത് H തേർഡ് എന്ന് പറയുന്നത് എന്താണ്? H3 മൈനസ് H1 ആണ്. H3 minus H2 that is equal to 44.1 minus 19.6 that is equal to 24.5. This is this one. Understood ആണല്ലോ. അതായത് H കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ഇതാണ്. H ഈക്വൽ ടു ഹാഫ് GT² ആണ്. ഇതിൽ ജിയുടെ വാല്യൂ നമുക്കറിയാം ആണല്ലോ. 9.8 അല്ല 10. ഈ T ഫസ്റ്റ് സെക്കൻഡിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ H1 4.9 കിട്ടും. സെക്കൻഡ് T ഈക്വൽ ടു 2 സെക്കൻഡ് ആകുമ്പോൾ H2 കിട്ടും. T ഈക്വൽ ടു 3 സെക്കൻഡ് ആകുമ്പോൾ H3 കിട്ടും. ഇനി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. H സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എന്ത് സെക്കൻഡ് എന്നുള്ളതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഇൻ S ഈസ് ഈക്വൽ ടു SN മൈനസ് SN മൈനസ് 1 ആണ്. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റ് ഇൻ എന്ത് സെക്കൻഡ് എന്നും പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം S സെക്കൻഡ് എന്ന് പറഞ്ഞാൽ S2 മൈനസ് S1 ആണ്. അതുപോലെ S5 എന്ന് പറഞ്ഞാൽ S5 മൈനസ് S4 ആണ്. ഇവിടെ ഇവിടെ ഇത് S എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസിന് പകരം ഇവിടെ H ആണെന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. അടുത്ത പോയിന്റ് ഒരു പോയിന്റായിട്ട് നമ്മൾ പഠിക്കുകയാണിത്. ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ എ ബോഡി ഈസ് projected
upward with a certain speed. Second body is thrown downward with the same speed, and third is let to fall freely from same point. Then the time of flight of body dropped is equal to അതിനെ നമ്മൾ T3 എന്ന് വേണേൽ പറയാം. T3, that is T3 is equal to root of T2 into T1 ആയിരിക്കും. ഈ T1 എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോഡി പ്രൊജക്റ്റഡ്, ആദ്യത്തെ ബോഡി എങ്ങോട്ടാണ്? പ്രൊജക്റ്റഡ് അപ്വേർഡ്. രണ്ടാമത്തെ T2 എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോഡി ത്രോൺ ഡൗൺവേർഡ്. ഒന്ന് മുകളിലേക്ക് എറിഞ്ഞതിൻ്റെ, രണ്ടാമത്തേത് താഴേക്ക് എറിഞ്ഞതിൻ്റെ. അങ്ങനെയാണെങ്കിൽ T3 ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോഡി ഡ്രോപ്ഡ്. T3 is time of flight of body dropped. Understood ആണല്ലോ? സിമ്പിൾ ആണ്. From the top of a tower, a body is projected upward. ഒരു ടവറിൻ്റെ മുകളിൽ നിന്നിട്ടും ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്, ഒരു ബോഡി മുകളിലേക്ക് എറിയുകയാണ് വിത്ത് സർട്ടൈൻ സ്പീഡ്. ആദ്യത്തെ ഒരു ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു ബോഡി മുകളിലേക്ക് എറിയുകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോഡി, സെക്കൻഡ് ഒബ്ജക്റ്റ് ഡൗൺവേർഡിലേക്ക് താഴേക്ക് എറിയുകയാണ്. ഒന്ന് മുകളിലേക്ക് എറിയുന്നു, രണ്ടാമത്തേത് താഴേക്ക് എറിയുന്നു. തേർഡ് ഈസ് ലെറ്റ് ടു ഫോൾ ഫ്രീലി ഫ്രം സെയിം പോയിന്റ്. മൂന്നാമത്തേതും രണ്ടാമത്തെ ബോഡി എറിഞ്ഞ താഴേക്ക് ഇട്ടതുപോലെ അതേ പോയിന്റിൽ നിന്ന് ഫ്രീ ആയിട്ട് താഴേക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോഡി ഡ്രോപ്പ്ഡ്, മൂന്നാമത്തെ ബോഡിയുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണെന്ന്, മൂന്നാമത്തെ ബോഡി തിരിച്ചു വരുന്ന ആ ടൈം, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയം, ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? T3 ഈക്വൽ ടു റൂട്ട് ഓഫ് T2 ഇൻറ്റു T1 ആയിരിക്കും. അതായത് രണ്ടെണ്ണത്തിൻ്റെ ആദ്യം ഒന്ന് മുകളിലേക്ക് എറിഞ്ഞ ബോഡിയുടേതും താഴേക്ക് എറിഞ്ഞ ബോഡിയുടെയും ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതായിരിക്കും ആൻസർ. ദറ്റ് ഈസ് T3 ഈക്വൽ ടു റൂട്ട് ഓഫ് T2 ഇൻറ്റു T1. T1 എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡ്, മുകളിലേക്ക് എറിഞ്ഞതിൻ്റെ. T2 എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ബോഡി ത്രോൺ ഡൗൺവേർഡ്, താഴേക്ക് എറിഞ്ഞതിൻ്റെ. ദെൻ അങ്ങനെയാണെങ്കിൽ T3 എന്ന് പറയുന്നത് മൂന്നാമതൊരു ബോഡി വെറുതെ താഴേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ താഴേക്ക് പോകുന്ന ഡ്രോപ്പ് ചെയ്ത അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നതാണ് T3 ഈക്വൽ ടു റൂട്ട് ഓഫ് T2 ഇൻറ്റു T1. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ചെയ്തു. ഇനി അടുത്ത പ്രോബ്ലം, എ സ്റ്റോൺ is dropped from a tower of height 20 meter. Find first one, time taken to reach ground. Second is speed just before
hitting the ground. Question ഇതാണ്, a stone is dropped from a tower of height 20 meter. ഒരു സ്റ്റോൺ 20 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൻ ടു റീച്ച് ഗ്രൗണ്ട്, താഴേക്ക് വരാനുള്ള സമയം. ദെൻ സെക്കൻഡ്, സ്പീഡ് ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്. സ്പീഡും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഒരു ടവർ, ഇതൊരു ടവറാണ്. ഈ ടവറിൻ്റെ ഹൈറ്റാണ് എത്രയാണ്? 20 മീറ്റർ. റൈറ്റ്. ഇവിടെ നിന്നും ഒരു ഡ്രോപ്പ്ഡ് ഫ്രം, ഇവിടെ നിന്ന് പ്രൊജക്റ്റഡ് അപ്പല്ല, വെറുതെ ഡ്രോപ്പ്ഡ് ഫ്രം. അങ്ങനെയാകുമ്പം ഇനിഷ്യൽ വെലോസിറ്റി 0. ഇങ്ങനെ താഴേക്ക് പോരും. താഴേക്ക് വന്ന് സ്റ്റോൺ ഇവിടെ വന്ന് പതിക്കും. ഇവിടെ ആക്സിലറേഷൻ ഈസ് മൈനസ് ആണ്. എങ്ങനെയാണ്? താഴേക്കാണ്. ഇവിടെ വരുമ്പോഴാണ് വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. ദെൻ എച്ച് എന്ന് പറയുന്നതും താഴേക്കാണ്. ദെയർഫോർ എച്ച് ഈസ് നെഗറ്റീവ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കുക. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? -20. യു എന്ന് പറയുന്നത് 0 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് ജി ഈസ് നമുക്ക് 10 എന്ന് എഴുതാം. -10, 9.8 എന്നുള്ളതിന് 10 എന്ന് എഴുതാം. ഇൻറ്റു ടി സ്ക്വയർ. ദാറ്റ് ഈസ് -20 ഈക്വൽ ടു -half ഇൻറ്റു 10 ടി സ്ക്വയർ. ഇതിവിടെ എന്ന് പറയുന്നത് 5. ദാറ്റ് ഈസ് 5 ടി സ്ക്വയർ ഈക്വൽ ടു 20. ടി സ്ക്വയർ ഈക്വൽ ടു 4. ടി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 സെക്കൻഡ്. ആൻസർ ഏതായിരിക്കും? പ്ലസ് സെക്കൻഡ് ഓർ മൈനസ് സെക്കൻഡ്? പ്ലസ് സെക്കൻഡ്. പ്ലസ് 2 സെക്കൻഡ്. മൈനസ് സെക്കൻഡ് ഒന്നും വരില്ല ആൻസർ. ടി ഈക്വൽ ടു പ്ലസ് 2 സെക്കൻഡ്. ദിസ് ഈസ് ദ ആൻസർ. ടൈം കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താണ്? സ്പീഡ് ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ആണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? വി ഈക്വൽ ടു ടൈം കിട്ടി. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ റിലേഷൻ തന്നെ എടുക്കാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. റൈറ്റ്. ദാറ്റ് ഈസ് വി എന്ന് പറയുന്നത് വി ഈസ് നെഗറ്റീവ് ആയിരിക്കും. വി ഈക്വൽ ടു യു ഇനിഷ്യൽ വെലോസിറ്റി 0, എ -10, ടി ഈസ് +2. ദെയർഫോർ വി ഈക്വൽ ടു -20 meter per second. Answer is -20 meter per second.